തവനൂർ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. പാസ്പോർട്ട് സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനായി എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം ആരംഭിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി അനുസരിച്ച് തവനൂരിൽ സ്ഥാപിച്ച പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് ഓഫീസ് സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കേന്ദ്ര പെട്രോളിയം, പ്രകൃതിവാതക, ടൂറിസം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. വിദേശകാര്യ മന്ത്രാലയം, തപാൽ വകുപ്പ് എന്നിവയുടെ കീഴിൽ രാജ്യത്തെ 455ാമത്തെയും കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന് കീഴിലെ 3ാമത്തേതുമായ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രമാണ് തവനൂർ സബ് പോസ്റ്റ് ഓഫീസിൽ മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് തവനൂർ കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ MP അബ്ദുസമദ് സമദാനി MP മുഖ്യാതിഥിയായി. മലപ്പുറം പോലെ കൂടുതൽ ജനസംഖ്യയും പാസ്പോർട്ട് അപേക്ഷകരുമുള്ള ജില്ലയിൽ എളുപ്പത്തിൽ പാസ്പോർട്ട് സേവനങ്ങൾ ലഭ്യമാകാൻ ഇത് വഴി കഴിയുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. പോസ്റ്റ് ഓഫീസുകളുമായി പാസ്പോർട്ട് സേവനങ്ങൾ ബന്ധിപ്പിക്കുന്നത് വഴി എല്ലാവർക്കും എളുപ്പത്തിൽ സേവനങ്ങൾ ലഭ്യമാകുമെന്നും മന്ത്രി പറഞ്ഞു. തിരൂർ, പൊന്നാനി, ഗുരുവായൂർ, ഇരിങ്ങാലക്കുട വഴിയുള്ള റെയിൽവേ പദ്ധതി അനുമതിക്കായി കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് സമർപ്പിച്ചുവെന്നും അദ്ദേഹം തത്വത്തിൽ അംഗീകരിച്ചതായും മന്ത്രി അറിയിച്ചു. തവനൂർ കാർഷിക കോളേജിൽ മന്ത്രി മരം നടുകയും വൃക്ഷത്തൈ വിതരണം ചെയ്യുകയും ചെയ്തു. MLA-മാരായ BS ജോയ്, KP നൌഷാദ് അലി, ആബിദ് ഹുസൈൻ തങ്ങൾ എന്നിവർ സംബന്ധിച്ചു. പാസ്പോർട്ടിൻ്റെ വില വർധന എന്ന് പറയുന്നത് വളരെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഗ്രോത്താണ് അല്ലേ? നമുക്ക് 1950 കിട്ടിയിരുന്ന പച്ചക്കറിയുടെ വില എന്താണ്, ഇപ്പം എന്ത് കൊടുക്കണം അല്ലേ? അന്നത്തെ പച്ചക്കറിയുടെ മൂല്യം ഇന്നത്തെ പച്ചക്കറിക്കുണ്ടോ എന്നല്ല ചോദിക്കേണ്ടത്, എത്രമാത്രം മൂല്യ തകർച്ചയുണ്ട് എന്ന് ചോദിക്കണം. നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.